കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നത് നമ്മൾ കണ്ടു. ചെറിയ രീതിയിലുള്ള വാർത്തകളൊക്കെയായി അങ്ങനെ പോയി. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസമായി അകത്ത് കിടക്കുന്ന കുറച്ചു പേരുണ്ട്. അല്ലെങ്കിൽ ഒരു വലിയ സംഭവവുമായി ബന്ധപ്പെട്ട് അത് സംസ്ഥാനം പോലും അല്ല നോക്കുന്നത്, കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കേസിൽ കുറച്ചധികം സഖാക്കൾ അകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇവർക്കിനി എന്ന് നീതി ലഭിക്കും? ഇപ്പോൾ വീണ തൈക്കണ്ടി ഹാജരാകേണ്ട ഒരു സാഹചര്യം വന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മുറവിളി കൂട്ടിയ ബാനറിൽ അകത്ത് കിടക്കുന്ന കുട്ടി സഖാക്കളുടെ ഗതി എന്തായിരിക്കും? അതായത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ അകത്തുപോയല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ഒരു പ്രവർത്തകന്റെ പിതാവ് കുറിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. അതായത്, എൻ്റെ മകൻ ഇത്തവണ പെരുന്നാൾ എനിക്കൊപ്പമില്ല, മകൻ ജയിലിലാണ്, അത് എനിക്ക് അഭിമാനമേ ഉള്ളൂ, സ്വന്തം പാർട്ടിക്ക് വേണ്ടിയാണ് സ്വന്തം ഈ ഒരു പെരുന്നാൾ പോലും ത്യജിച്ച് ജയിലിൽ പോയിരിക്കുന്നത്. ഇത് സാധാരണക്കാരൻ കേൾക്കുമ്പോൾ എന്താണ്, ഒരു സത്യാഗ്രഹത്തിനോ അല്ലെങ്കിൽ അതുപോലെ ന്യായമായിട്ടുള്ള കാര്യത്തിനോ അകത്തുപോയി അല്ലെങ്കിൽ ജയിലിലായി എന്നല്ലേ സാധാരണക്കാർ കരുതുകയുള്ളൂ. പക്ഷേ അതല്ല CPMന്റെ പോലും അംഗമല്ലാത്ത അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്ന ഒരു പദവി കൊണ്ട് മാത്രം പേര് കേട്ട വീണയെ ചോദ്യം ചെയ്യാൻ ED ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്നു. അവരെ 8 മണിക്കൂറോളം റെയ്ഡ് നടത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള രേഖകളും പിടിച്ചെടുക്കുന്നു. അതിനുശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടിക്കിടെ മർദ്ദിച്ച കേസിനാണ് ഇവരെ പോലീസ് പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്, ജയിലിലിട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒരു കേസ് കൂടിയാണ്. എന്താ പറയുക, ഇവരു വേട്ടയാടലെല്ലാം നമ്മൾ കണ്ടതാണ്, ഞങ്ങളെ വേട്ടയാടി പേടിപ്പിക്കണ്ട എന്നുള്ള വലിയ മാസ് ഡയലോഗ് അടിച്ച ബാനറുകളെല്ലാം തിരുവനന്തപുരത്തും അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തുടനോളം ഉയർത്തിയെങ്കിലും ഇപ്പോൾ അവർ പതിയെ പേടിച്ചു തുടങ്ങുകയാണ്. ഞങ്ങൾക്ക് എന്ന് പുറത്തിറങ്ങാനാവും, ഞങ്ങളെ ആര് രക്ഷിക്കുമെന്നുള്ള ഒരു ചെറിയൊരു പേടി ഇപ്പോൾ അകത്ത് കിടക്കുന്ന കുട്ടി സഹാക്കൾക്ക് വന്നുകൂടിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ കഴിഞ്ഞ കുറേ നാൾ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നത് കുറ്റമാണെങ്കിൽ നിങ്ങളെ പിടിക്കും, അനാവശ്യമായി നിങ്ങളെ പിടിച്ചകത്തിടാൻ ഇവിടെ പോലീസിന് ഭ്രാന്തൊന്നുമില്ല. അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത്. ഈ പറഞ്ഞതുപോലെ ED ഉദ്യോഗസ്ഥർ ഒരു വീട്ടിൽ വന്ന് റെയ്ഡ് നടത്തുന്നു. എന്തെങ്കിലും ഒരു സാഹചര്യത്തിലായിക്കോട്ടെ, മുഖ്യമന്ത്രിയുടെ വീട്ടിലല്ല റെയ്ഡ് നടത്തിയത്. ഇപ്പോൾ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ എന്ന ബാനറിലല്ല ഈ പറഞ്ഞ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡ് നടത്താൻ കാരണമെന്ന് പറയുന്നത് എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് വീണ തൈക്കണ്ടി താമസിക്കുന്ന വീട്ടിലാണ് റെയ്ഡ് നടത്തിയത്. അത് മുഖ്യമന്ത്രിയുടെ മകൾ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ വീട് റെയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത്. അപ്പോൾ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയേണ്ട ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാള് അണികളെ തടഞ്ഞില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇപ്പൊ ഇവരെല്ലാം ആരോപിച്ചത്, ഇപ്പോൾ ഈ ED റെയ്ഡ് കഴിഞ്ഞിട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുറത്തിറങ്ങി ആദ്യം ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് സന്തോഷമായില്ലേ എന്നൊക്കെയാണ്. ഇപ്പോൾ ചങ്കൂറ്റത്തോടെ നെഞ്ചു വിരിച്ചു നിന്ന് നിങ്ങൾ അന്വേഷണവുമായി മുന്നോട്ട് പോക്കോ എന്ന് പറയേണ്ട ഒരു ആളാണ് ഇത് ചെയ്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ പൊളിറ്റിക്കലി മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പവറുള്ള ആൾക്കാർ, അവർക്കെതിരെ ഒരു ആരോപണം ഉണ്ടാവുന്നു. സത്യമാകട്ടെ തെറ്റാകട്ടെ, ഇത് പ്രൂവ് ചെയ്യേണ്ടത് ഇവർ തന്നെയാണ്. ഇപ്പോൾ തെറ്റാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന മൈലേജ് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇപ്പൊ നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കേസ് കണ്ടു. ഉമ്മൻചാണ്ടി എത്ര മണിക്കൂറുകളാണ് അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ പോയി ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇരുന്നു കൊടുത്തത്. എന്ത് തരം അന്വേഷണത്തിന് ഞാൻ തയ്യാറാണ്, നിങ്ങൾ അന്വേഷിച്ചോളൂ എന്ന് പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കേരള സമൂഹത്തിന് മുഴുവൻ ബോധ്യപ്പെട്ട് അവരെല്ലാം ഒരു ബോധ്യത്തോടെ അദ്ദേഹത്തെ വീക്ഷിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരുന്നില്ല. ഇത് തന്നെയാണ് ഓരോ പൊളിറ്റീഷ്യൻസും ചെയ്യേണ്ടത്, ഓരോ പൊളിറ്റിക്കൽ ലീഡേഴ്സും ചെയ്യേണ്ടത്. ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. പക്ഷെ എന്താണ് ചെയ്തത്? ഈ അണിയറ പ്രവർത്തകർ, ഈ താഴെത്തട്ടിലുള്ള കുട്ടി സഖാക്കന്മാരെ എല്ലാം ഇട്ടുകൊടുത്തൊരു പ്രവണതയായിരുന്നില്ലേ? കേരളം കത്തിക്കുന്ന ലെവലിലേക്ക് വലിയൊരു എന്താ പറയുക, ഒരു റേജ് ബെയ്റ്റിന് ഇട്ടുകൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ഈ കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ കുട്ടികളുടെ ഭാവി എന്തായിരിക്കും? ഇവർക്ക് എപ്പോഴും ഒരു ക്രിമിനൽ കേസ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ, ഇവരുടെ ഹിസ്റ്ററിയിൽ ആ പൊളിറ്റിക്കൽ കേസ് ഉണ്ടാവില്ലേ? അതൊരു ബ്ലാക്ക് മാർക്കായി കിടക്കില്ലേ? എത്ര നാള് പാർട്ടി സംരക്ഷിക്കും? അത് മാത്രമല്ല, നടത്തുന്നത് പാർട്ടി ആയിരിക്കും. പക്ഷെ ഇത് എത്ര നാൾ ഈ കറ ഇവരുടെ മനസ്സിലുണ്ടാവും, ഈ നാട്ടുകാരുടെ ഉള്ളിലുണ്ടാവും. എല്ലാ കാലത്തും ഒരു ക്രിമിനൽ കേസുള്ള ഒരു വ്യക്തിയായിട്ടല്ലേ ഇവരെ കാണാൻ പോകുന്നത്? അല്ല, അവിടെയും CPM തന്നെ മറ്റൊരു തിരിച്ചടി വരികയല്ലേ. അതായത് വീണ
മാസപ്പടി കൈപ്പറ്റിയതിൽ ഒരു വിഹിതം എന്തായാലും CPM എന്ന ഒരു പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ ഈ ഒരു കേസിൽ EDയുടെ അന്വേഷണ പരിധിയിൽ CPM പെടുകയാണ്. അപ്പോൾ അതെ, തീർച്ചയായും മുഖ്യമന്ത്രി ഇതിന് മൗന അനുവാദം കൊടുത്തു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ തെറ്റ്. അദ്ദേഹത്തിന്റെ അറിവോടെ ആയിരുന്നു ചെയ്തു എന്നുള്ളത് തന്നെയാണ് തെറ്റ്. അപ്പോൾ ഈ കുട്ടി സഖാക്കളുടെ അവസ്ഥ ഇപ്പൊ നമുക്കറിയാം. ഈ SFI ഡോമിനൻസി ഉള്ള കലാലയങ്ങളുടെ കാര്യമായിക്കോട്ടെ, സർവകലാശാലകളുടെ കാര്യമായിക്കോട്ടെ, എല്ലായിടത്തും അവസ്ഥ ഇത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ 10 വർഷം ഇവർക്കെല്ലാം ഒരു പവർ ഉണ്ടായിരുന്നു. ലൈക്ക് ഭരണം നമ്മുടെ കയ്യിലാണ്, നമ്മൾ എന്ത് ചെയ്താലും ആഭ്യന്തരം ഭരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സാർ തന്നെയാണ്. പാർട്ടി വഴി ഒന്ന് ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ എന്തിൽ നിന്നും ഊരി പോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരെയും പിടിച്ചകത്തിടുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പല കലാലയങ്ങളിലും ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ യൂസേജ് കൃത്യമായിട്ടുണ്ടായിരുന്നു. അതിനൊരു തടയിടുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അതുപോലെ ഗുണ്ടായിസം ഇവിടെ നടക്കില്ല, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഊരിപ്പോരാൻ പറ്റുന്ന സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വെറുതെ ഇരുന്ന സഖാക്കളെല്ലാം തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഭരണം മാറിയത് ശരിക്കും പിണറായിക്കും പാർട്ടി സഖാക്കൾക്കും ഈ മുതിർന്ന സഖാക്കൾക്ക് മാത്രമല്ല ഇമ്പാക്റ്റ് ആയിട്ടുള്ളത്. താഴെ തട്ടിലേക്ക് SFIക്കാർക്കും DYFIക്കാർക്കും എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷം സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നുള്ള എഴുതിയ കൊടി പിടിച്ച് ഇവർ കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിനൊന്നും എല്ലാത്തിനും കണ്ണടച്ച് അനുവാദം കൊടുത്തിരുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു 10 വർഷം നമ്മുടെ കേരളത്തിൽ ഭരിച്ചിരുന്നത്. ഇനി അതൊന്നും നടക്കില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ED ഉദ്യോഗസ്ഥരെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കിയ ആ ഒരു കലാപമാണ് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളത്. നോർത്ത് ഇന്ത്യയിൽ മാത്രമേ ഇതുപോലെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കൂ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കൂ എന്നാണ് എൻ്റെ ഒരു വിചാരം, ഞാൻ കരുതിയിരുന്നത്. പക്ഷേ നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ കേരളത്തിൽ അത് നടന്നപ്പോൾ അത് കേരളത്തിനും കൂടി വലിയൊരു നാണക്കേടായി. അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് കേരളം എന്നൊരു സംസ്ഥാനം ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നെറേറ്റീവിലായി ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി വരുത്തിയത് ഈ ഒരു CPM എന്നുള്ള ഒരു പാർട്ടി മാത്രമാണ്. പാർട്ടിയുടെ കൂടെ കൊടി പിടിക്കുന്ന ചെറുതു മുതൽ വലുത് വരെയുള്ള ആൾക്കാർ ചെയ്തു കൂട്ടിയ അല്ലെങ്കിൽ ആ തലസ്ഥാനത്ത് ചെയ്തു കൂട്ടിയ തോന്നിവാസത്തിന് അവർ ഇത്ര കാലം ജയിലിൽ കിടക്കുമ്പോഴും അവരുടെ മനസ്സിലൊരു തോന്നലുണ്ട്, എൻ്റെ പാർട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്ത് ഇത്ര മാത്രമേ ഉള്ളൂ, എനിക്ക് ഇനിയും ചെയ്യണം എന്നുള്ള ഒരു ഹൈ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അവർക്ക് ആ ഉള്ള കോൺഫിഡൻസ് മുഴുവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതെ, അപ്പോൾ ഇനി കുട്ടി സഖാക്കന്മാരോട് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുൻപ് പറഞ്ഞിരുന്ന കാര്യമാണ്. ഇപ്പോൾ പാർട്ടിക്ക് വേണ്ടത് ചിലപ്പോൾ ഒരു രക്തസാക്ഷി ആയിരിക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ബലിയാടാകാൻ നിൽക്കരുത്. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളാണുള്ളത്. ഇപ്പോൾ നമ്മുടെ എല്ലാ നേതാക്കളുടെയും കാര്യം ഒന്ന് എടുത്തു നോക്കിക്കോളൂ. അവരുടെ എല്ലാ മക്കൾ വിദേശ രാജ്യത്തും സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നല്ല നല്ല കലാലയങ്ങളിലും പോയി പഠിച്ച് പൊളിറ്റിക്സ് ദൂരെ നിന്ന് വീക്ഷിച്ച് പഠിച്ച് നല്ല സർട്ടിഫിക്കറ്റോട് കൂടിയാണ് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് വരാതിരിക്കുന്നതും. അപ്പോൾ നിങ്ങൾ മാത്രം പാർട്ടിക്ക് വേണ്ടി ചോര ഒഴുക്കുന്ന വെറും ബലിയാടുകളാകാൻ നിൽക്കരുത്. ഈ പറഞ്ഞ ആർക്കാണ് നഷ്ടം എന്നുള്ളത് എപ്പോഴും ചിന്തിക്കുക. നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. ഇപ്പോൾ ഗുണ്ടായിസം കാണിച്ച് ഒന്നിനെയും നമുക്ക് വിജയിച്ചെടുക്കാൻ സാധിക്കില്ല. നിയമത്തെ മാനിക്കുക എല്ലാ കാലത്തും.